അപ്പോൾ ഇത് പാർട്ട് 2 ആണ് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വൈറ്റ് സോസ് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ 2 ക്യൂബ്സാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് അതൊന്ന് മെൽട്ടായി വരുന്നവരെ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1 ഗ്ലാസ് കട്ട പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അതും നമ്മൾ കൈവിടാതെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിൽ വരും. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഒരിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ്, പെപ്പർ പൗഡർ, പിന്നെ സോൾട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മളെ വൈറ്റ് സോസ് ക്രീം റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പാസ്ത മിക്സും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്താൽ നമ്മൾ അടിപൊളി വൈറ്റ് സോസ് ക്രീമി പാസ്ത റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ബൈ.